ഹായ് ഓൾ, ഇറ്റ്സ് മീ ആദർശ്. വെൽക്കം ബാക്ക് ടു മലബാർ ട്രേഡർ. അപ്പോൾ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ കമ്പനിയിൽ കണ്ട പോലെ നോക്കാൻ പോകുന്നത് കഴിഞ്ഞ മാസത്തെ PNL ആണ്. ഇന്നിപ്പോൾ ഡേറ്റ് 7-ാം തീയതിയാണ്, 7/6/2025, അതായത് ജൂൺ 7-ാം തീയതിയാണ്. ശരിക്കും 1-ാം തീയതി എങ്ങനെ ചെയ്യണമെന്ന് വിചാരിച്ച് ഞാൻ കഴിഞ്ഞ മാസത്തെ PNL 1-ാം തീയതി അല്ലെങ്കിൽ മെയ് ലാസ്റ്റ് മെയ് 31-ാം തീയതി ശനിയാഴ്ച ആണല്ലോ. അപ്പോൾ വെള്ളിയാഴ്ച വരെയുള്ള ട്രേഡ് കംപ്ലീറ്റ് ആയിട്ട് കാണിക്കണമെന്ന് വിചാരിച്ചിട്ടുണ്ടെങ്കിൽ പക്ഷേ കഴിഞ്ഞില്ല, കുറച്ച് തിരക്കും കാര്യങ്ങളൊക്കെ ആയിപ്പോയി. പിന്നെ അതേപോലെ തന്നെ കഴിഞ്ഞൊരു 2 ദിവസം 3 ദിവസമായിട്ട് എൻ്റെ ചാനലിൽ വീഡിയോസ് പോസ്റ്റ് ചെയ്തില്ല, മറ്റേ ലൈവ് ട്രേഡിൻ്റെ വീഡിയോസ്. അത് കുറച്ച് തിരക്കായി പോയതുകൊണ്ടാണ്. ഹോസ്പിറ്റലിലാണെങ്കിൽ 3 ദിവസമായിട്ട്. പക്ഷേ കുഴപ്പമില്ല, അതിൻ്റെ PNL കാര്യങ്ങളൊക്കെ ഡീറ്റെയിൽ എന്തായാലും ഞാൻ കാണിക്കും. ഒറ്റ ദിവസത്തെ പോലും ഞാൻ ഹൈഡ് ചെയ്യില്ല. അതായത് വലിയ ലോസാണ് അതുകൊണ്ട് കാണിക്കാതൊക്കെ അങ്ങനത്തെ പരിപാടിയൊന്നുമില്ല. എല്ലാ ദിവസവും അന്ന് കാണിച്ചില്ല ഉണ്ടെങ്കിൽ ഓവറോൾ PNL ഞാൻ എന്തായാലും കംപ്ലീറ്റ് കാണിക്കുന്നതായിരിക്കും. സോ എന്തായാലും നമുക്ക് തൽക്കാലം ഇപ്പോൾ കഴിഞ്ഞ മാസത്തെ മെയ് മാസത്തെ കംപ്ലീറ്റ് PNL എത്രയാണെന്നുള്ളതൊക്കെ നോക്കി നോക്കാം. മെയ് മാസത്തെ ഇതിപ്പോൾ ഫ്ലാറ്റ് റേറ്റിൻ്റെ ബാക്ക് ഓഫീസാണ്, ബാക്ക് ഓഫീസല്ല, ഫ്ലാറ്റ് റേറ്റിൻ്റെ പാനലാണ്. ഇതിലാണ് ഞാൻ ട്രേഡിങ് കാര്യങ്ങളൊക്കെ എടുക്കൽ. അതിൽ റെഫറൻറ്റ് ഏണിൻ്റെ ഇവിടെ ആണ് PNL ഉണ്ടാവുക. നമുക്ക് ജസ്റ്റ് നോക്കി നോക്കാം. റെഫറൻറ്റ് ഏണിൽ പോയിട്ട് ഇവിടെ വേരിഫൈഡ് PNL നോക്കാം. വേരിഫൈഡ് PNL നമുക്ക് കസ്റ്റം ഡേറ്റ് റേഞ്ച് അടിച്ചു കൊടുക്കാം. അതിൽ ഡേറ്റ് സ്റ്റാർട്ടിങ് മെയ് 1 തൊട്ടിട്ട് മെയ് 31 വരെ കൊടുക്കാം. എന്നിട്ട് ജനറേറ്റ് ലിങ്ക് കൊടുക്കാം. നമ്മുടെ ലിങ്ക് ജനറേറ്റ് ആയിട്ടുണ്ട്. എൻ്റെ സൗണ്ടിന് ചെറിയ പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. 2-3 ദിവസമായിട്ട് കംപ്ലീറ്റ് ഹോസ്പിറ്റലിൽ തന്നെയാണ്. ഇനി രാത്രിയൊക്കെ ഹോസ്പിറ്റലിൽ നിന്നിട്ട് തീരെ വയ്യ. അപ്പോൾ അത് അങ്ങനെ എന്തെങ്കിലും പ്രശ്നമൊക്കെ തുമ്മലും ഇതൊക്കെ ഉണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് ക്ഷമിക്കാം. ഓക്കെ, അപ്പോൾ എന്തായാലും നമുക്ക് PNL നോക്കി നോക്കാം. പ്രിവ്യൂ അടിച്ചു കൊടുക്കാം. ഇവിടെ കാണാം 18,457 നമുക്ക് കിട്ടിയ പ്രോഫിറ്റ് കഴിഞ്ഞ മാസം. കഴിഞ്ഞ 1 മന്ത് കംപ്ലീറ്റ് ആയിട്ട് ഉള്ള പ്രോഫിറ്റാണിത്. അതിൽ ഞാൻ യൂസ് ചെയ്യുന്ന ക്യാപിറ്റൽ എന്ന് വെച്ചാൽ 1 lakh ആണ്. 1 lakh വെച്ചിട്ട് 2 ലോട്ടാണ് എടുത്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ 18,000 എന്ന് പറയുമ്പോൾ ഏകദേശം 18% പ്രോഫിറ്റ് ഉണ്ടാവും. സോ 18% ഒരു മാസം എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് മോർ ദാൻ യൂഷ്വൽ. നല്ല അടിപൊളിയായിട്ടുള്ളൊരു പ്രോഫിറ്റാണ്. പിന്നെ ഈ പ്രോഫിറ്റ് 1 ലക്ഷം വെച്ചിട്ട് 18,000 എല്ലാ മാസം ഉണ്ടാക്കാൻ കഴിയുമെന്ന് വിചാരിച്ചാലും ട്രേഡിങ്ങിലൊന്നും വരരുത്. ഇതിൻ്റെ മുന്നത്തെ PNL വീഡിയോയിൽ നോക്കിയാൽ മനസ്സിലാവും, ചില മാസം ചെറിയ ലോസ് ഉണ്ടാവും, ചില മാസം ഒന്നും ഉണ്ടാവില്ല. അങ്ങനെയൊക്കെയുള്ള പല ദിവസങ്ങളും ഉണ്ടാവും. ഇതിപ്പോൾ നല്ലൊരു മന്താണ്. ഈ ലാസ്റ്റ് വീക്കൊക്കെ നോക്കുകയാണെങ്കിൽ കംപ്ലീറ്റ് നല്ല അടിപൊളിയായിട്ട് പ്രോഫിറ്റ് വന്നിട്ടുണ്ട്. 9,000 3,000 അങ്ങനെ അടുപ്പിച്ച് 1:5 നല്ല രീതിയിൽ ടാർഗറ്റ് കാര്യങ്ങളൊക്കെ അടിച്ച ദിവസങ്ങളുണ്ടായി. സോ അതുകൊണ്ടൊക്കെയാണ് ഇങ്ങനെ വന്നത്. അതിൻ്റെ കൂടെ ലോസും ഉണ്ട്. ചെറിയ ലോസ് മെയിൻറ്റെയിൻ ചെയ്യുക, പ്രോഫിറ്റ് ഇത് എന്തോ ബ്രേക്ക് ഈവൻ എങ്ങാനാണ് എന്തുകൊണ്ട് 712 ലോസൊക്കെ ചെറിയ ലോസുകളാണ് വരുന്നത്. 400 900 ഒരു SL അടിച്ച് കഴിഞ്ഞാൽ, പക്ഷേ പ്രോഫിറ്റ് വലിയ പ്രോഫിറ്റ് ആണ് വരുന്നത്. സോ അങ്ങനെ മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ട് നല്ല രീതിയിൽ റിസ്ക് റിവാർഡും കാര്യങ്ങളൊക്കെ ഫോളോ ചെയ്തിട്ട്, പിന്നെ ഇതൊക്കെ ട്രേഡ് ഇല്ലാത്ത ദിവസങ്ങളാണ്, സീറോ ആയി കിടക്കുന്ന ദിവസങ്ങളാണ്. ഓക്കെ, പിന്നെ ബാക്കി കാര്യങ്ങൾ നോക്കുകയാണെങ്കിൽ മോസ്റ്റ് പ്രോഫിറ്റബിൾ ഡേ 9,000 ആണ്. പിന്നെ ലോങ്ങസ്റ്റ് സ്ട്രീക്ക് ലാസ്റ്റത്തെ 4 ദിവസം, കറണ്ട് സ്ട്രീക്ക് അതും ലാസ്റ്റത്തെ 4 ദിവസം മെയ് 27 തൊട്ടിട്ടുള്ള. അപ്പോൾ ഇത്രയൊക്കെയുള്ള PNLൻ്റെ വീഡിയോ. പിന്നെ പറയേണ്ടതിന് വേറൊരു കാര്യം, ഞാൻ ഈ ട്രേഡിങ് കാര്യങ്ങളൊക്കെ എടുക്കൽ ലിക്വിഡിറ്റി കൺസെപ്റ്റ് വെച്ചിട്ടാണ്. ലിക്വിഡിറ്റി കൺസെപ്റ്റ് പറഞ്ഞാൽ ഡയറക്റ്റ് ലിക്വിഡിറ്റിയിലുള്ള ഈ ഓർഡർ ബ്ലോക്ക്, ഫെയർ വാല്യൂ ഗ്യാപ്പ് അങ്ങനെയുള്ള സംഭവങ്ങളൊന്നുമല്ല. അതല്ലാതെ IDX ലിക്വിഡിറ്റി ഏരിയാസ്, ഓരോ സപ്പോർട്ട് റെസിസ്റ്റൻസ് പോലെയുള്ള ഓരോ ഏരിയാസൊക്കെയാണ്. അപ്പോൾ ആ ഒരു കൺസെപ്റ്റ് ഉപയോഗിച്ചിട്ടാണ് ഞാൻ ട്രേഡ് എടുക്കൽ. അത് ഉപയോഗിച്ചിട്ട് ട്രേഡ് എടുക്കുന്ന ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. അതെടുക്കുന്ന സമയത്ത് നമുക്ക് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ഇതിൽ നല്ല രീതിയിൽ റിസ്ക് റിവാർഡ് കിട്ടും. അതായത് ലോസ് വരുന്ന സമയത്ത് 960, പക്ഷേ പ്രോഫിറ്റ് വരുന്ന സമയത്ത് 9,000. അത് ഇത് 2 ട്രേഡിൻ്റെ ടാർഗറ്റാണ്. ബാക്കി ലോസ് നോക്കുകയാണെങ്കിലും ചെറിയ 918 900 അങ്ങനെയൊക്കെ ചെറിയ ലോസേ വരുന്നുള്ളൂ. പക്ഷേ ടാർഗറ്റ് വരുന്ന സമയത്ത് 4,500 ആയിരിക്കും ടാർഗറ്റ് വരുന്നത്. അപ്പോൾ അതിനുള്ള കാരണം വെച്ചാൽ ഞാൻ ലിക്വിഡിറ്റി കൺസെപ്റ്റ് വെച്ചെടുക്കുമ്പോൾ ഒരു IDXൻ്റെ ഒരു എക്സാമ്പിൾ വെച്ച് കാണിച്ചിടാം. IDX ഇതിലിപ്പോൾ എവിടെയെങ്കിലും അവിടെയൊക്കെ ഒരു IDXകളുണ്ട്. ഈ ഒരു IDX നമ്മൾ എക്സാമ്പിളായിട്ട് എടുക്കാം. ഇവിടെ ഒരു IDX ഉണ്ട്, ഞാനിവിടെ മാർക്ക് ചെയ്ത് കാണിച്ചു തരാം. ഈ ഒരു ലെവലിൽ ഒരു ഐഡിയ ഈ ഒരു ഏരിയയിൽ ഒരു IDX ഉണ്ട്. ആ IDX ടാപ്പ് ചെയ്തതിന് ശേഷം മാർക്കറ്റ് മേലേക്ക് കുത്തനെ കയറി. നോർമലി നമ്മൾ ബ്രേക്ക് ഔട്ട് കാര്യങ്ങളിലൊക്കെ പഠിക്കുന്ന സമയത്ത് ഇതൊരു സപ്പോർട്ടായിട്ട് കണ്ടിട്ട് ഇവിടെ ബ്രേക്ക് ചെയ്ത് മാർക്കറ്റ് താഴേക്ക് പോകുമ്പോൾ നമ്മൾ താഴേക്കായിരിക്കും മേടിക്കുക.
നോർമൽ ചിന്താഗതിയിൽ മേടിക്കണം. പക്ഷേ ഈ IDX അല്ലെങ്കിൽ ലിക്വിഡിറ്റി കൺസെപ്റ്റ് പ്രകാരം ട്രേഡ് ചെയ്യുന്ന സമയത്ത് ഇങ്ങനെ ഒരു ഏരിയയിൽ ടാപ്പ് ചെയ്യുന്ന സമയത്ത് നമ്മൾ മേലേക്കായിരിക്കും എൻട്രി പോവുക. അപ്പോൾ അങ്ങനെ മേലേക്ക് പോകുന്ന സമയത്ത് നമുക്ക് ചെറിയ SLഉം വലിയ ടാർഗറ്റും വെച്ചിട്ട് എൻട്രി എടുക്കാൻ പറ്റും. ഫോർ എക്സാമ്പിൾ ഇപ്പോൾ ഈ ഒരു ലെവൽ ടാപ്പ് ചെയ്യുന്ന സമയത്ത് നമ്മൾ ഒരു എൻട്രി എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതിപ്പോൾ 1 മിനിറ്റിൻ്റെ ചാർട്ടാണ്. അപ്പോൾ 1 മിനിറ്റിൻ്റെ ചാർട്ടാകുമ്പോൾ ഇവിടെ ടാപ്പ് ചെയ്യുന്ന സമയത്ത് ഡയറക്റ്റ് ആയിരിക്കും എൻട്രി വരിക. മറ്റേ 50 മിനിറ്റിൻ്റെ ചാർട്ടാണെന്നുണ്ടെങ്കിൽ ഇവിടെ ഇപ്പോൾ ഒരു IDX ഉണ്ട്, IDX ടാപ്പ് ചെയ്ത് കഴിഞ്ഞാൽ ഡയറക്റ്റ് എൻട്രി വരില്ല. അത് ടാപ്പ് ചെയ്തതിനു ശേഷം 1 മിനിറ്റിലേക്ക് മാറ്റിയിട്ട് 1 മിനിറ്റിൽ അവിടെയുള്ള സ്ട്രക്ചറും കാര്യങ്ങളൊക്കെ നോക്കിയിട്ടായിരിക്കും എൻട്രി വരിക. ഇപ്പോൾ 1 മിനിറ്റ് ആയിട്ട് ഞാൻ ഡയറക്റ്റ് ഇവിടെ തന്നെ ഒരു ചെറിയ എൻട്രി എന്നുള്ള രീതിയിൽ കാണിക്കുകയാണ്. അപ്പോൾ ഇവിടെ ടാർഗറ്റ് വെക്കുക പറഞ്ഞാൽ ഇതിപ്പോൾ 30 പോയിൻ്റാണ്. പക്ഷേ 30 പോയിൻ്റ് അല്ല നോർമലി വെക്കൽ, 30 പോയിൻ്റ് പ്രീമിയത്തിലെ വെക്കൽ. അപ്പോൾ ഇതിൽ ഏകദേശം ഒരു 60 പോയിൻ്റൊക്കെ ഉണ്ടാവും. 60 പോയിൻ്റ് റേഞ്ചിലൊക്കെ വെച്ചെന്ന് വിചാരിക്കാം. 60 പോയിൻ്റിൽ വെച്ചാൽ ഈ ലിക്വിഡിറ്റിക്ക് പകരം വേറെ ഏതെങ്കിലും ഒരു ഹയർ ടൈം ഫ്രെയിം, അതായത് ബാക്കോട്ട് ഇങ്ങനെ നോക്കണമെങ്കിൽ വേറെ ഏതെങ്കിലും ഒരു ഹയർ ടൈം ഫ്രെയിമുള്ള ലിക്വിഡിറ്റി ഒക്കെ ടാർഗറ്റ് വെച്ചായിരിക്കാം. അങ്ങനെ വെക്കുകയാണെങ്കിൽ എൻ്റെ SL നോർമലി 6 പോയിൻ്റ് വെക്കൽ. 6 പോയിൻ്റ് ആകുമ്പോൾ ഇതിൽ ഏകദേശം ഒരു 12 പോയിൻ്റ് വരെയായിരിക്കും. അപ്പോൾ ഈ രീതിയിലായിരിക്കും നമ്മൾ എൻട്രി വരിക. നമ്മൾ എൻട്രി പറഞ്ഞാൽ അത്രയും ടിപ്പിലായിരിക്കും. അവിടെ ടാപ്പ് ചെയ്ത ഉടനെ മാർക്കറ്റ് പറന്ന് കയറി. അപ്പോൾ അങ്ങനെ പറഞ്ഞു തരാനുള്ള കാരണം എന്ന് വെച്ചാൽ അവരൊരു ലിക്വിഡിറ്റി ടാപ്പ് ചെയ്തുകൊണ്ടാണ്. അപ്പോൾ അങ്ങനെ ലിക്വിഡിറ്റി കൺസെപ്റ്റ് പ്രകാരം ട്രേഡ് എടുക്കുന്നതുകൊണ്ടാണ് ഇത്ര ഹൈ റിസ്ക് റിവാർഡ് വെക്കാൻ പറ്റുന്നത്. അങ്ങനെ റിസ്ക് റിവാർഡ് നല്ല രീതിയിൽ ഹൈ ആയിട്ടുള്ള റിസ്ക് റിവാർഡ് വെച്ചാൽ മാത്രമേ നമുക്ക് ട്രേഡിങ്ങിൽ പ്രോഫിറ്റബിൾ ആകുള്ളൂ. അതായത് നമുക്ക് 2 രീതിയിലും ചെയ്യാം. ഒന്നെങ്കിൽ റിസ്ക് റിവാർഡ് കുറച്ചിട്ട് വിന്നിങ് പ്രോബിലിറ്റി കൂട്ടാം. അതായത് ഒരു 100 ട്രേഡ് എടുക്കുമ്പം 70-80 ട്രേഡൊക്കെ ടാർഗറ്റ് അടിക്കും. പക്ഷേ റിസ്ക് റിവാർഡ് 1:1 1:1.5 ഒക്കെ ഉണ്ടാവുള്ളൂ. അതല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് റിസ്ക് റിവാർഡ് കൂട്ടാം. 1:5 6 ഒക്കെ റിസ്ക് റിവാർഡ് വെക്കാം. പക്ഷേ വിന്നിങ് പ്രോബിലിറ്റി കുറവായിരിക്കും. 100-ലൊരു 10 20 30 ഒക്കെ ടാർഗറ്റ് അടിക്കലുണ്ടാവുള്ളൂ. അപ്പോൾ ഈ 2 രീതിയിൽ നമുക്ക് പ്രോഫിറ്റബിൾ ആകാൻ കഴിയും. അതിൽ ഞാൻ ഇതുവരെ നോക്കിയെടുത്തോളം എനിക്ക് ഈ രണ്ടാമത് പറഞ്ഞ മെത്തേഡ് മാത്രമേ പ്രാക്ടിക്കലായിട്ട് തോന്നിയുള്ളൂ. അതായത് വലിയ റിസ്ക് റിവാർഡ് വെക്കുന്ന രീതിയിൽ വിന്നിങ് പ്രോബിലിറ്റി കുറവായിരിക്കും. അതായത് നമ്മൾ 100 ട്രേഡ് എടുത്തു കഴിഞ്ഞാൽ കുറച്ചെണ്ണം ടാർഗറ്റ് അടിക്കുള്ളൂ. പക്ഷേ ആ അടിക്കുന്നത് നല്ല മാഗ്നിറ്റ്യൂഡിലായിരിക്കും വരിക, നല്ല ഹെവി ടാർഗറ്റ് ആയിരിക്കും വരിക. അങ്ങനെ ആവുന്ന സമയത്ത് നമ്മളെ കോൺഫിഡൻസും കാര്യങ്ങളൊക്കെ അത്യാവശ്യം നല്ലോണം ഉണ്ട്. അപ്പോൾ കണ്ടിന്യൂസ് ആയിട്ട് കുറച്ച് SL അടിച്ചാൽ പോലും നമുക്ക് ഭയങ്കര കോൺഫിഡൻസ് ആയിരിക്കും. കാരണം ഇനി അടുത്തൊരു ട്രേഡ് ഇപ്പോൾ ഒരു 5 എണ്ണം അടുപ്പിച്ച് SL അടിച്ച് കഴിഞ്ഞാൽ ഒറ്റൊന്ന് എടുത്തു കഴിഞ്ഞാൽ ടാർഗറ്റിലേക്ക് എത്താൻ പറ്റും എന്നുള്ളൊരു കോൺഫിഡൻസ് നമ്മുടെ ഉള്ളിൽ ഉണ്ടാവും. മറ്റേത് അത് ഉണ്ടാവില്ല. മറ്റേത് ഇപ്പോൾ ഒരു 1:1 ഒക്കെ ആണെന്നുണ്ടെങ്കിൽ 5 എണ്ണം SL അടുപ്പിച്ച് അടിച്ച് കഴിഞ്ഞാൽ ഈ അടുത്ത കാലത്തൊന്നും നമുക്ക് ടാർഗറ്റ് അല്ല ബ്രേക്ക് ഇവനിൽ എത്താനില്ല. ബ്രേക്ക് ഇവനിൽ എത്തണമെങ്കിൽ ഇനി 5 എണ്ണം ടാർഗറ്റ് അടിക്കണം. സോ അങ്ങനത്തെ ചെറിയ പ്രശ്നം അവിടെ വരും. അതേപോലെ തന്നെ ഇപ്പോൾ അടുപ്പിച്ച് 5 SL അടിച്ചുള്ള കാര്യമാണ്. ഇനിയിപ്പോൾ അടുപ്പിച്ച് ഒരു 2-3 ടാർഗറ്റാണ് അടിക്കുന്നതായിരിക്കാം. 1:1 ആണെങ്കിൽ അടുപ്പിച്ചൊരു 5 ടാർഗറ്റ് അടിച്ച് കഴിഞ്ഞാൽ ഒരു 5 SL അടിച്ച് കഴിഞ്ഞാൽ അത് കംപ്ലീറ്റ് തീർന്നു. നേരെ മറിച്ച് 1:5 ഒരു 3-4 ടാർഗറ്റൊക്കെ അടുപ്പിച്ച് അടിച്ച് കഴിഞ്ഞാൽ പിന്നെ ഒരു 10-20 ട്രേഡൊക്കെ നമുക്ക് നോക്കേണ്ട ആവശ്യമില്ല. 10-20 ട്രേഡ് കണ്ടിന്യൂസ് SL അടിച്ചാലും നമ്മൾ ബ്രേക്ക് ഈവനിലുണ്ടാവും. അതുകൊണ്ട് നമുക്ക് ടെൻഷൻ ഇല്ലാണ്ട് ഫ്രീ ആയിട്ട് ഇരുന്നിട്ട് ട്രേഡ് ചെയ്യാനൊക്കെ പറ്റും. നമ്മൾ ഇമോഷൻസിനൊക്കെ ഹെൽപ്പ് ചെയ്യും. ഇമോഷൻസ് ബെറ്റർ ആവാനൊക്കെ ഈ വലിയ റിസ്ക് റിവാർഡ് വെക്കുന്നത് നമ്മളെ ഹെൽപ്പ് ചെയ്യും. സോ ഞാൻ ഇതുവരെ ട്രേഡ് ചെയ്ത് നോക്കിയെടുത്തോളം പല രീതിയിലുള്ള റിസ്ക് റിവാർഡ് ഞാൻ ട്രൈ ചെയ്ത് നോക്കിയിട്ടുണ്ട്. ഈ 1:5 കൂടുതൽ ഞാൻ വെച്ച് നോക്കിയിട്ടുണ്ട്. ഹ്യൂജ് റിസ്ക് റിവാർഡൊക്കെ വെച്ച് നോക്കിയിട്ടുണ്ട്. അതിന് പക്ഷേ അതും പ്രാക്ടിക്കലി നല്ല അടിപൊളി സംഭവം തന്നെയാണ്. പക്ഷേ അതിന് അത്രയും ഹൈ ലെവൽ ഓഫ് ഇമോഷൻ കൺട്രോളും കാര്യങ്ങളൊക്കെ വേണം, എന്നാലേ അവിടേക്ക് എത്താൻ പറ്റുള്ളൂ. അപ്പോൾ ഞാൻ ഇപ്പം ചെയ്യുന്നതാണ് ഞാൻ ഇതുവരെ നോക്കിയാൽ ഏറ്റവും യൂസ്ഫുള്ളായിട്ട് എനിക്ക് മീൻസ് നമുക്ക് റിലയബിളായിട്ട് കൊണ്ടുപോകാൻ പറ്റുന്ന ഇമോഷനും കാര്യങ്ങളൊക്കെ ഹാൻഡിൽ ചെയ്ത് പ്രോഫിറ്റബിൾ ആവാനും പറ്റും. അങ്ങനെ മൊത്തത്തിലൊരു മയത്തിൽ അങ്ങനെ പോകാൻ കഴിയുന്ന ഒരു റിസ്ക് റിവാർഡ് പറഞ്ഞത് ഇതാണ്. ഓക്കെ, സോ അത്രയൊക്കെയുള്ള ഇന്നത്തെ വീഡിയോ. ഇനി എന്തായാലും പുതിയ ലൈവ് ട്രേഡ് വീഡിയോസും കാര്യങ്ങളൊക്കെ ആയിട്ട് തിങ്കളാഴ്ച തൊട്ട് കാണാം. ഓക്കെ, ബൈ.